ഡോക്ടർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നിധി. അഭിനയിച്ച് തകർക്കട്ടെ, എവിടം വരെ പോകുന്നു നോക്കാലോ. ഡോക്ടർ, എനിക്ക് ശിവാനി ഒന്ന് കാണണം. ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ. ഏയ്, ഇപ്പൊ വേണ്ട. ശിവാനി ഇപ്പോഴും അബോധാവസ്ഥയിലാ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വിവരം ശിവാനി അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ആ വിവരം ശിവാനി അറിഞ്ഞ അതൊരു ഷോക്കാവും. ഹെൽത്ത് കണ്ടീഷൻ വഷളാവുകയും ചെയ്യും. തൽക്കാലം പ്രണവ് ശിവാനിയെ കാണാതിരിക്കുന്നതാ നല്ലത്. നീ കരയാതിരിക്കേ. മതിയായോടി നിനക്ക്? തൃപ്തിയായോ? നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങള് നിധിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പ്രണവേ, മോനെ, പ്രണവേ, എന്തായാലും ഈ കുടുംബത്തിലെ അനന്തരാവകാശികളെ പുന്നാര മരുമോള് കൊന്നൊടുക്കിയപ്പോ ഏട്ടത്തിക്ക് സന്തോഷമായല്ലോ. ആദ്യമേ നിനക്ക് കുഞ്ഞു പിറക്കാത്തതിന്റെ അസൂയല്ലേ നീ എന്റെ കൊച്ചിനോട് തീർത്തത്? നീയൊക്കെ പെണ്ണാണോടി, മനുഷ്യനാണോ? നടന്നത് എന്താണെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഒരു പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ തക്ക ഭയങ്കരയൊന്നും അല്ല ഞാൻ. കാണിക്കാവുന്ന ക്രൂരത മുഴുവൻ കാണിച്ചിട്ട് നല്ല പിള്ള ചമയം നോക്കുന്നോ? ശിവാനിയുടെ തന്ത്രം ഫലിച്ച ലക്ഷണമാണ്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. നോക്കടാ മോനെ, നിന്റെ കുഞ്ഞുങ്ങളെ അരിങ്കുല ചെയ്തവളാ ഇവൾ. എന്നിട്ടും വല്ല കൂസലുണ്ടോ ഇവക്ക്? നോക്ക് പ്രണവേ, അമ്മായി പറയുന്നത് കേട്ട് നീ കലിതുള്ളാൻ നിൽക്കരുത്. ഇവിടെ കാണുന്നതും പറയുന്നതും ഒന്നും സത്യമല്ല. അപ്പൊ നിങ്ങളല്ല ശിവാനിയെ തള്ളിയിട്ടെന്നാണ് ഇപ്പോഴും പറയുന്നേ? ഞാൻ ആരെയും തള്ളിയിട്ടിട്ടില്ല. മിണ്ടി പോരുത്. ഇനി നിങ്ങൾ എന്ത് കള്ളത്തരാ പറയാൻ പോന്നേ? ശിവാനി തനിച്ച് മനഃപൂർവ്വം സ്റ്റെപ്പിന്റെ മേളിൽ തള്ളി താഴെ വിടാണെന്നോ? പറ.